നമസ്കാരം. സിനൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. ഇന്ന് നമ്മളൊരു പുതിയ വിഭവമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. കുക്കിങ്ങും ബേക്കിങ്ങും ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്പെഷ്യൽ കേക്ക്. നോ ബേക്ക് ഓറിയോ ചീസ് കേക്ക്. ഓറിയോ ചീസ് കേക്ക് ഉണ്ടാക്കാൻ എന്തായാലും ഓറിയോ ബിസ്ക്കറ്റ് വേണം. ഞാനിപ്പോൾ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലെ ക്രീം ഒരു ബൗളിലേക്ക് മാറ്റാം, ബിസ്ക്കറ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്ന ഈ ബിസ്ക്കറ്റ് നമുക്കൊരു ഗ്രൈൻഡറിലോ ബ്ലെൻഡറിലോ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിനകത്താണ് ഇട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ പൊടിച്ചെടുത്ത ശേഷം ഇതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടി നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഈ പൊടിച്ചെടുത്ത ഈ മിക്സിനകത്തേക്ക് ഒരു 60 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കുക. മെൽറ്റ് ചെയ്ത് ചൂട് മാറിയ ശേഷം അതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമുക്കിനി ഇതിനെ ഒരു കേക്ക് ടിന്നിലേക്ക്, ഞാനിപ്പോൾ ഒരു റൗണ്ട് കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതിലേക്കിട്ട് ഇതിനെ ഒന്ന് നിരപ്പാക്കി എടുക്കണം. ഒരേ ലെവലിലാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരേ ലെവലിലാക്കി എടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായി കിട്ടും. ഇതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു 400 ഗ്രാം ക്രീം ചീസ് നമുക്കൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കാം. നമ്മൾ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് മേടിക്കുന്ന സാധാരണ ചീസ് ഉണ്ടല്ലോ, സോഫ്റ്റായിട്ടുള്ള, അത് അല്ല ഇതിന് വേണ്ടിയത്. അല്ലാതെ കുക്കിംഗ് ബ്ലോക്കായിട്ട് കട്ടിയുള്ളത് കിട്ടും, അതാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഓറിയോയിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന അതിൻ്റെ ക്രീം അതും കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഒന്ന് ചേർത്ത് വളരെ സാവധാനം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റാകാൻ വെച്ചിരുന്ന നമ്മുടെ ബേസ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ബാറ്ററിൻ്റെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഓറിയോ ബിസ്ക്കറ്റ് നിരത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ചീസ് മിക്സ് വീണ്ടും ഒഴിച്ച് അതിനെ വീണ്ടും ലെവലാക്കി എടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു ഹാഫ് പോർഷൻ ചീസ് മിക്സ് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. അതൊന്ന് നമ്മൾ ലെവലായി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മിക്സും കൂടെ നമുക്കിതിന് മുകളിലേക്ക് തൂവി ഒന്ന് ലെവലാക്കി എടുക്കാം. നമുക്കിങ്ങനെ വേണേലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ ഓറിയോയുടെ പൊടിയുണ്ടല്ലോ, അതിതിന് മുകളിലേക്കൊന്ന് തൂവി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം തണുക്കാനായിട്ട്, സെറ്റ് ചെയ്യാനായിട്ട്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. ഒരു രാത്രി മുഴുവനും വെച്ചാൽ അത്രയും നല്ലത്. അപ്പം താഴത്തെ റെഫ്രിജറേറ്ററിൽ വെക്കുമ്പം അതിന് കട്ടി കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ നമ്മൾ ഒരു രാത്രി മുഴുവനും നമ്മുടെ ഫ്രിഡ്ജിലായിരുന്നു ഈ ചീസ് കേക്ക്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ടവൽ അതിനകത്തൊന്ന് മുക്കി പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൻ്റെ 2 വശത്തും ഇതുപോലൊന്ന് ടവൽ വെച്ചിട്ട് ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ചീസ് കേക്ക് വളരെ ഈസി ആയിട്ട് ആ പാനിൽ നിന്ന് ഇളകി വരും. ഇനി പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ടിന്നെ പതിയെ ഞാൻ തുറക്കുവാണ്. ഇത് ഇളക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആഹാ, ഇത് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറിയോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ന്യൂട്ടലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജാമോ അല്ലെങ്കിൽ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഓറിയോ തന്നെ വെച്ച് വേണേലും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.